പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ജൂൺ മാസം 4-ാം തീയതി ബുധനാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ആനന്ദിക്കുക. കരങ്ങളെ ഉയർത്തി കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ. കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കൈകളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ, കഴിഞ്ഞ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി നടത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിന് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ സമാധാനത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുമ്പോൾ കർത്താവിന് കരമുയർത്തി സ്തോത്രം പറഞ്ഞാട്ട് ദൈവകൃപയ്ക്കായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ നമ്മളെ അത്ഭുതകരമായി അതിശയകരമായി ശ്രേഷ്ഠമായി നടത്തുന്ന പിതാവിന് നമ്മളെ ഉള്ളങ്കയിൽ വരച്ച് സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്ന അപ്പയ്ക്ക് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ, നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ബഹുമാനവും കൊടുപ്പീൻ. അതെ, 29-ാം സങ്കീർത്തനം പറയുന്നു, യഹോവയ്ക്ക് ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുപ്പീൻ, യഹോവയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വം കൊടുപ്പീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച് യഹോവയെ നമസ്കരിപ്പീൻ. ആമേൻ. ഈ 11-ാമത്തെ വാക്യം, യഹോവ തൻ്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ പ്രഭാതത്തിൽ. ആമേൻ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കഴിഞ്ഞ പകൽക്കാലവും രാത്രിയിലും എല്ലാം കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. ഈ രാവിലെ ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരുടെ മേലും കർത്താവിൻ്റെ വലിയ കൃപയുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ പ്രത്യേക ഫേവർ ഉണ്ടാകട്ടെ. ആമേൻ. അത് ആ ഫേവർ മുഖാന്തരം ഇവരുടെ മുമ്പിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടുമാറാകട്ടെ. ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വിധത്തിൽ കർത്താവെ, ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്നവരുടെ മുമ്പിൽ പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. നല്ല ബന്ധങ്ങൾ കൊടുത്താട്ടെ കർത്താവെ. ഹല്ലേലൂയ. ഇവരെ നേരായ വഴിയിൽ നടത്തുവാൻ തക്കവണ്ണമുള്ള നല്ല കണക്ഷനുകൾ കർത്താവിൻ്റെ കൃപ ഇവരുടെ മേൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ സ്പെഷ്യൽ അനുഗ്രഹം, പ്രത്യേക പ്രൊവിഷൻസ് കർത്താവെ, ആമേൻ, പ്രത്യേകമായ ഗ്രേസ് ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ആമേൻ. പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ ആമേൻ ഇവരുടെ മേൽ ദൈവത്തിൻ്റെ പ്രത്യേക ഗ്രേസ് ഉണ്ടാകട്ടെ. ഇവർ നേരിടുന്ന സകല പ്രശ്നത്തിലും ആമേൻ ഇവർക്ക് ദൈവത്തിൻ്റെ കൃപ അനുഭവിപ്പാൻ കർത്താവെ സഹായിക്കണമേ. അങ്ങയുടെ സ്നേഹത്തെ, അങ്ങയുടെ ആ വലിയ കരത്തെ കാണുവാൻ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. രോഗത്താൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭർസിക്കുന്നു. നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗശക്തികൾ വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ ആരോഗ്യം പ്രാപിക്കാൻ കൽപ്പിക്കുന്നു. ആമേൻ. ദൈവിക ആരോഗ്യത്തിൽ നിന്ന് തന്നെ പകൽക്കാലം ഈ മക്കൾ ജീവിക്കട്ടെ. എല്ലാ മൈഗ്രെയിൻ സ്പിരിറ്റിനെയും യേശുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു. ആസ്മയുടെ സ്പിരിറ്റിനെ ആമേൻ യേശുവിൻ്റെ നാമത്തിൽ ഭർസിക്കുന്നു. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ജീവിക്കട്ടെ. എല്ലുകളെ നോക്കി ഞങ്ങൾ കൽപ്പിക്കുന്നു. നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നോർമലി ഫങ്ഷൻ ചെയ്യുക. ആരോഗ്യമുള്ള ആമേൻ ശരീരമുണ്ടാകട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ആമേൻ ജോലി ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ഈ പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പ്രതീക്ഷിക്കാത്ത ചില വാതിലുകൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ തുറന്നു വരട്ടെ. സ്പെഷ്യൽ ഫേവർ ഇന്ന് പകൽക്കാലം അനുഭവിപ്പാൻ ഇടവരട്ടെ. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രത്യേകമായിട്ട് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പകൽക്കാലം ആത്മപകർച്ച അവരുടെ മേൽ ഉണ്ടാകട്ടെ. പുതുശക്തി അവരുടെ മേൽ പകരണമേ, പുതു കൃപ അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന അഭിഷക്ത ദാസീദാസന്മാരെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപയും സമാധാനവും അവരോടുണ്ടാകട്ടെ. അവരുടെ ശുശ്രൂഷകളിൽ വലിയ റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. വലിയ ഉണർവ് ഈ ദിവസങ്ങളിൽ ലോകവ്യാപകമായി ഉണ്ടാകുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹപൂർണ്ണമാക്കി തീർത്തിരിക്കുന്നതിന് നന്ദി. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ
ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം പ്രിയപ്പെട്ടവരെ, ഇന്ന് വൈകിട്ട് നമുക്ക് ഇന്ത്യൻ സമയം 9:30 നമ്മുടെ സ്പെഷ്യൽ വെനസ്ഡേ ബ്ലെസ്സിങ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. നിശ്ചയമായിട്ടും നിങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കണം. നിങ്ങൾ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വൈകിട്ടത്തെ മീറ്റിംഗ് നിങ്ങൾ മിസ് ചെയ്യരുത്. അത് നിങ്ങൾക്ക് വലിയ ബ്ലെസ്സിങ്ങിന് കാരണമാകും. അതുകൊണ്ട് മിസ് ചെയ്യാതെ വൈകിട്ടത്തെ മീറ്റിങ്ങിൽ തക്ക സമയത്ത് ജോയിൻ ചെയ്യണം. ആമേൻ. നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നില്ലെങ്കിലും സാരമില്ല. സുവാർത്ത എന്ന ആ വാക്ക് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഇന്ത്യൻ സമയം 9:30 ആകുമ്പോഴത്തേക്കിന് ആ ലൈവ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രഭാതത്തിൽ ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. ഹല്ലേലൂയ. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ് ഞാനും നിങ്ങളും. ആമേൻ. തിരുവചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ആമേൻ. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ആമേൻ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ടൈമിലാണ്. ഒന്നും സമയം മാറി നമ്മുടെ ജീവിതത്തിൽ വരത്തില്ല. അതാണ് പരിശുദ്ധാത്മാവ് ഇവിടെ എഴുതിയിരിക്കുന്നത്: ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും. ഇന്ന് അത് പഴയ നിയമമാണെങ്കിലും നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലായി കഴിഞ്ഞപ്പോൾ, വീണ്ടും ജനനം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, നമ്മൾ ക്രിസ്തുവിൽ ഈ അനുഗ്രഹത്തിന് അല്ലെങ്കിൽ ഈ വാഗ്ദത്തത്തിന് നമ്മൾ യോഗ്യരായി തീർന്നു. അപ്പോൾ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം തക്ക സമയത്ത് കർത്താവ് ചെയ്യും. ഒന്നും ഡിലേ വരത്തില്ല. ഈ മഴയെന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ആമേൻ. അതായത് ഈ സമയത്ത് മഴ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് കർത്താവിൻ്റെ സമയത്തിൻ്റെയും കരുതലിൻ്റെയും ഫലപുഷ്ടിയുടെയും പ്രതീകമാണ്. ആമേൻ. വരൾച്ചയുള്ള കാലത്ത് ആമേൻ ഈ ഡ്രൈ ആയിട്ടിരിക്കുന്ന ആ സമയത്താണ് നമുക്ക് മഴ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വരൾച്ച ഉള്ളിടത്ത്, വരണ്ടിരിക്കുന്നിടത്ത് മഴ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? മഴ അനുഗ്രഹത്തെ പ്രതിനിധീകരിക്കുന്നു. മഴയില്ലാതിരിക്കുന്നതോ ഭൂമി വരണ്ടിരിക്കുന്നതും ഉൽപ്പാദനക്ഷമമില്ലാതിരിക്കുന്നതും ഒക്കെ നമ്മൾ തരിശായി കിടക്കുന്നതൊക്കെ കണ്ടാൽ അത് എന്തിനെയാണ് കാണിക്കുന്നത്? അത് അനുഗ്രഹത്തെ അല്ല കാണിക്കുന്നത്. വരണ്ട ഭൂമി, തരിശായി കിടക്കുന്നത്, ഒന്നും കായ്ക്കാതെ കിടക്കുന്നത്, അത് എന്തിനെ കാണിക്കുന്നു? അനുഗ്രഹത്തെ അല്ല കാണിക്കുന്നത്, അത് ശാപത്തെ കാണിക്കുന്നത്. എന്നാൽ ദൈവം പറയുക, ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ അയക്കും. എന്തിനാ? ആമേൻ. എവിടെയൊക്കെ നിങ്ങൾ തരിശായിട്ട് കിടക്കുന്നോ, വരണ്ട് കിടക്കുന്നോ, പാഴായിട്ട് കിടക്കുന്നോ, അവിടെയൊക്കെ എന്തിനു വേണ്ടി? അവിടെയൊക്കെ അനുഗ്രഹം വിളയിക്കുവാൻ അല്ലെങ്കിൽ നന്മ കൊണ്ടുവരുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ പെയ്തിറങ്ങാൻ പോവുക. ആമേൻ. ആമേൻ. നമ്മൾ പറഞ്ഞല്ലോ, ഈ മാസം നമുക്ക് ഡിവൈൻ എൻകൗണ്ടറിൻ്റെ മാസമാണ്, ദൈവിക ഇടപെടലിൻ്റെ മാസമാണ്. ഈ ജീവിതത്തിൽ ഈ മാസം വരണ്ട നിങ്ങളുടെ ജീവിതത്തിൻ്റെ വരണ്ട അനുഭവങ്ങളിൽ, ആമേൻ, പാഴും ശൂന്യവുമായിട്ടിരിക്കുന്ന അനുഭവങ്ങളിൽ, അത് നിങ്ങളുടെ ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ശുശ്രൂഷകളിലായിക്കോട്ടെ, നിങ്ങളുടെ ബന്ധങ്ങളിലായിക്കോട്ടെ, നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, ദൈവ സാന്നിധ്യത്തിൻ്റെ മഴ പെയ്യുമെന്ന് വളരെ ശക്തമായി വിശ്വസിക്കണം. ആമേൻ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ മഴ പെയ്തിറങ്ങട്ടെ. നിങ്ങളെ ഫലപുഷ്ടിയാക്കി തീർക്കുന്ന സ്തോത്രം, നിങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന, തക്ക സമയത്ത് നിങ്ങളെ ഫലം കായ്ക്കുന്നവരാക്കി തീർക്കുന്ന ആ മഴ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആമേൻ ഈ മാസം പെയ്തിറങ്ങാൻ ഞാൻ പ്രാർത്ഥിക്കുക. ആമേൻ. എവിടെ വരണ്ടിരിക്കുന്നു അവിടെ നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തന്നെ നോക്കിക്കേ. ഈ മാസം ഒന്ന് നിങ്ങളുടെ കണ്ണുകൾ ഓടിച്ചു നോക്കുക. എവിടെയാണ് വരണ്ടിരിക്കുന്നത്? എവിടെയാണ് ഫലം കായ്ക്കാതിരിക്കുന്നത്? അത് ബിസിനസ്സിലാണോ, എഡ്യൂക്കേഷനിലാണോ, കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണോ, എവിടെയാണെങ്കിലും എവിടെ വരണ്ടിരിക്കുന്നു അത് കണ്ടെത്തിയിട്ട് കരങ്ങളെ ഉയർത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, ഇവിടേക്ക് ഇന്ന് മഴ പെയ്യട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ മഴയെ ഞാൻ വെൽക്കം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിലേക്ക്. ഞാൻ ഈ വരണ്ടിരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് അങ്ങയുടെ മഴ പെയ്യട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അത് മഴ കർത്താവ് അയക്കുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, കർത്താവേ, വരുവാനിരിക്കുന്ന വലിയ ഹാർവെസ്റ്റിനായിട്ട്, കാരണം മഴ പെയ്ത് കഴിയുമ്പോൾ അവൻ അവിടെ വരമുണ്ടാകും, അത് കഴിയുമ്പോൾ ഹാർവെസ്റ്റ് ഉണ്ടാകും. ആ വരുവാനിരിക്കുന്ന വലിയ ഹാർവെസ്റ്റിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? കർത്താവിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, പിതാവേ, ഞാൻ തക്ക സമയത്ത് മഴ അയക്കും. തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വരണ്ടിരിക്കുന്ന അവസ്ഥകളിലേക്ക് ഈ എൻകൗണ്ടറിൻ്റെ മാസം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ മഴ പെയ്തിറങ്ങട്ടെ. മഴ പെയ്ത് എല്ലാം ഫലപുഷ്ടമാക്കി തീർക്കുന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കൈകൾ ഉയർത്തി പറ, ഞാനൊരു തുറന്ന സ്വർഗത്തിൻ്റെ കീഴിലാണ് നടക്കുന്നത്. ദൈവത്തിൻ്റെ മഴ, ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മഴ എൻ്റെ ജീവിതത്തിലേക്ക് യഥാസമയം
പെയ്ത് എന്നെ ഫലപുഷ്ടിയുള്ളതാക്കി തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തഴച്ചു വളരുന്നു. എനിക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. ഈ എൻകൗണ്ടറിൻ്റെ മാസം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഹാർവെസ്റ്റ് ഉണ്ടാകുമെന്ന് കരങ്ങൾ ഉയർത്തി നിങ്ങൾ പറഞ്ഞാട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ മഴയ്ക്കായിട്ട് പ്രതീക്ഷിക്കുക, പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക, സ്തോത്രം പറയുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിച്ചു വരികയും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് and highly favored. God bless you. God bless you. God bless you.